ഹേ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെഫ്രി ചൗസറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെഫ്രി ചൗസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലിറ്റററി ഫിഗർ ഇൻ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഒരു പോയറ്റിക് പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോയറ്റ് ആണ് ആര്? ജെഫ്രി ചൗസർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ ചൗസർ ഒരു വൈൻ മെർച്ചൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടൈമാണ് ബർത്ത് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയത്തിനെ അല്ലെങ്കിൽ പോയംസിനെ അദ്ദേഹം 3 കാറ്റഗറി ആയിട്ട് സ്റ്റേജ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് പോയംസ്, ഇറ്റാലിയൻ പോയംസ്, ഇംഗ്ലീഷ് പോയംസ്, അങ്ങനെയാണ് തിരിച്ചത്. എനിവേ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. 1340 1450 ഇടയിലുള്ള ഒരു പീരീഡാണ് കേട്ടോ ചൗസറിൻ്റെ ചൗസർ ഏജ് എന്ന് പറയുന്നത്. ആ ഒരു ഏജിൽ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യലി ആയിട്ടും പൊളിറ്റിക്കലി ആയിട്ടും റിലീജിയസ്ലി ആയിട്ടും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടൊരു ടൈമായിരുന്നു ചൗസറിൻ്റെ ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സമയത്താണ് ആളുകൾ എഗെയിൻസ്റ്റ് ചേർച്ച് വരുന്നത്. അതായത് ചേർച്ചിനെതിരെ സംസാരിക്കാനും ചേർച്ചിനെതിരെ വെല്ലുവിളികൾ കൊണ്ടുവരാനും ചേർച്ചിൻ്റെ കാര്യങ്ങളിൽ ആളുകൾ കോമൺ പീപ്പിൾസ് ചേർച്ചിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപഴകാനും അതിനെതിരെ ചോദ്യം ചോദിക്കാനും ഒക്കെ തുടങ്ങിയത് ചൗസറിൻ്റെ ഏജിലായിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് ചൗസർ പീരീഡിലാണ് ആളുകൾക്ക് സ്വന്തം നാഷനെ കുറിച്ചുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻ്റെ നാഷനാണ് മൈ ഓൺ എന്നുള്ള ആ ഒരു വികാരം ആളുകളിൽ ഉണ്ടാകുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിലാണ് മിഡിൽ ക്ലാസ് എമേർജ് ചെയ്യുന്നത്. ചൗസർ പീരീഡിലാണ് മിഡിൽ ക്ലാസ് എമേർജ് ചെയ്യുന്നത്. അതുവരെ ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നുള്ള ഒരു 2 ക്ലാസ്സസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചൗസറിൻ്റെ പീരീഡ് വന്നതോടുകൂടി ഒരു മിഡിൽ ക്ലാസ് എമേർജ് ചെയ്തു എന്ന് വേണം പറയാൻ. ആ ഒരു സമയത്ത് നമുക്കൊരു ട്രാൻസിഷൻ കാണാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഏജ് ഓഫ് മിഡീവലിസത്തിൽ നിന്നും ഏജ് ഓഫ് മോഡേണിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ആസ് എ പോയറ്റ് എന്ന് പറയുന്നത് മിഡീവലിസത്തിൻ്റെ എൻഡിലും മോഡേണൈസേഷൻ്റെ ബിഗിനിങ്ങിലും ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചൗസർ എന്ന് പറയുന്നത്. അതായത് മിഡീവൽ പീരീഡിൻ്റെ എൻഡിലും മോഡേൺ പീരീഡിൻ്റെ ബിഗിനിങ്ങിലും വരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ചൗസർ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയാനും ബ്ലാക്ക് ഡെത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ചൗസറിൻ്റെ പീരീഡിൽ ബ്ലാക്ക് ഡെത്ത് വന്നതോടുകൂടി മില്യൺസ് ഓഫ് പീപ്പിളാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഡിൽ ഏജിൻ്റെ ഒരു എമേർജിന് അതൊരു മിഡിൽ ക്ലാസിൻ്റെ ഒരു എമേർജിന് അതൊരു കാരണമാവുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഡെത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോവുകയും വില്ലേജസ് ഒക്കെ വൈപ്പ് ചെയ്ത് പോയി എന്നാണ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഡെത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അത്രയും ആളുകൾ മരിച്ചു പോയതിൻ്റെ പുറകിലായിട്ട് ഒരു മിഡിൽ ഏജ് എമേർജ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത കൂടുകയും അതിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൗസർ പീരീഡിലെ അല്ലെങ്കിൽ ചൗസർ ഏജിലെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പായി വന്നത് ചൗസർ പീരീഡിലാണ് കേട്ടോ. ഇത്രയും നാളുണ്ടായിരുന്നത് ഫ്രഞ്ചും ലാറ്റിനും ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് ആണ്. ചൗസർ പീരീഡ് വന്നത് അല്ലെങ്കിൽ ചൗസറിൻ്റെ ഏജിലാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പായി വരുന്നത്. അതുപോലെ തന്നെ ചൗസറിൻ്റെ ലാംഗ്വേജിന് ഒരു ഡിഫറെൻറ്റ് ബ്യൂട്ടിയും സിംപ്ലിസിറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പിലുണ്ട്. അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിൻ്റെ പോയത്തിലും കാര്യങ്ങളിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാംഗ്വേജിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിയും സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൂടുതലും അദ്ദേഹം ഹ്യൂമർ കൊണ്ടുവരാനായിട്ട് നോക്കിയിരുന്നു കൂടുതൽ. അതാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആളുകൾ എഗെയിൻസ്റ്റ് ചേർച്ച് വന്നു. ഒരുപാട് ആളുകൾ കോമൺ പീപ്പിൾസ് ചേർച്ചിനെതിരായിട്ട്, അതായത് ചേർച്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിലും കാര്യങ്ങളിലൊക്കെ ഡിഫറെൻ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ പറയുകയാണെങ്കിൽ ബർത്ത് ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത് ഈ ഒരു ചൗസറിൻ്റെ കാലത്തെയാണ് കേട്ടോ. ബർത്ത് ഓഫ് ഇംഗ്ലീഷ് പോയട്രി, അതായത് ഇംഗ്ലീഷ് പോയട്രിയുടെ ഒരു ബർത്ത് ടൈം എന്ന് പറയുന്നത് ചൗസറിൻ്റെ ഏജിലാണ്. ഇംഗ്ലീഷ് പോയട്രി ഫ്ലറിഷ് ചെയ്ത് വളർന്ന് പന്തലിച്ച് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. പോയറ്റിക് ഡിക്ഷൻ്റെ ബർത്തും ഈ ടൈമിലാണ് വന്നത്. ഫാദർ ഓഫ് പോയറ്റിക് ഡിക്ഷൻ സ്പെൻസർ ആണ് പറയുന്നത് കേട്ടോ. റിലീജിയസ്, ഹ്യൂമനിസം, സെക്യുലർ, പാഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പോയട്രിയുടെ തീമായി
ആയിട്ട് ചൗസർ ചൂസ് ചെയ്തിരുന്നത്. എൻഹാൻസ് നെറേറ്റീവ്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പോയട്രി എന്ന് കൂടെ പറയുന്നത്. നെറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പോയട്രി എൻഹാൻസ് ചെയ്ത് വന്നത് ചൗസറിൻ്റെ പീരീഡിലാണ്. ചൗസറിൻ്റെ പോയട്രിയിൽ അല്ലെങ്കിൽ ചൗസറിൻ്റെ വർക്കിൽ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഫോക്കസ് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എവറി ക്യാരക്ടറിനെയും ഫോക്കസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഫോക്കസ് ചെയ്താണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹം യൂസ് ചെയ്തത് 7 ലൈൻ സ്റ്റാൻസയാണ്. ഈ ഒരു 7 ലൈൻ സ്റ്റാൻസയുടെ ഒരു റൈം സ്കീം എന്ന് പറയുന്നത് ABABBCC ആണ് കേട്ടോ. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റൈം സ്കീമിന് പറയപ്പെട്ടിരുന്നത് ചൗസേരിയൻ റൈം മീറ്റർ എന്നാണ് പറയപ്പെട്ടിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ചൗസറിൻ്റെ ഏജിൽ നോവലോ ഡ്രാമയോ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം എല്ലാത്തിനും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു തുടക്കം എന്ന രീതിയിൽ അദ്ദേഹം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫ്ലറിഷ് ചെയ്ത് വളർന്ന് പന്തലിച്ച് അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നോവലും ഡ്രാമയും എല്ലാം അദ്ദേഹം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നോവലും ഡ്രാമയും എല്ലാം ഒരു സ്റ്റാർട്ട് ചെയ്ത് വളർന്ന് പന്തലിച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ എലിസബത്തൻ പീരീഡ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജെഫ്രി ചൗസറിൻ്റെ ഏജിൽ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോയട്രിയെ 3 കാറ്റഗറി ആയിട്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് പോയം, ഇറ്റാലിയൻ പോയം, ഇംഗ്ലീഷ് പോയം. ഫ്രഞ്ച് പോയം എന്ന് പറയുമ്പോൾ ദ ബുക്ക് ഓഫ് ഡച്ചസ്, ദ കംപ്ലൈൻറ്റ് ഓൺ ടു പൈറ്റ്, ദ കംപ്ലൈൻറ്റ് ഓഫ് മാർസ്. Then second stage is Italian poems, Annalida and Arcite, Toilers and Crusade, The House of Fame, The Legend of Good Woman. ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയംസ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ദ കാൻറ്റർബറി ടെയിൽസ് ആൻഡ് ഷോർട്ട് പോയം ആയിട്ടുള്ള ദ ലാക്ക് ഓഫ് സ്റ്റെഡ് ഫാസ്റ്റ്നെസ്. സോ ഇത്രയുമാണ് ജെഫ്രി ചൗസറിൻ്റെ ഏജിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.